എടാ ഞാനിവിടെ എത്തി. എടാ അവളൊരു ബ്ലൂ ചുരിദാറിട്ട് അവിടെ നിൽപ്പുണ്ടാവും. ബ്ലൂ ബ്ലൂ ബ്ലൂ. ഹലോ എടാ ബ്ലൂ ചുരിദാർ. ഹലോ എടാ നീ കേൾക്കുന്നുണ്ടോ? നീ വെച്ചോ. ഹായ്. അവള് വന്നില്ലേ? ആര്? അല്ലെങ്കിൽ കുറെ നാളായി തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണണമെന്ന് വിചാരിക്കുന്നു. എന്നെയോ? ഒരു പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ താൻ എന്തിനാണോ പിന്നെ കല്യാണം കഴിക്കുന്നത്? കല്യാണോ? കുട്ടി ഞാൻ ആക്ച്വലി അവിടെ നിന്നപ്പം ഇയാളവിടെ കണ്ടപ്പം വന്നപ്പോ താനെന്താ പൊട്ടം കളിക്കാ? അവള് കഷ്ടപ്പെട്ട് PG ചെയ്തത് തന്റെ ആട്ടുന്ന് പൊങ്ങിയിട്ട് വീട്ടിലിരിക്കാനാണോ? കണ്ടാൽ എന്തൊരു മാന്യൻ. അതാണ്. എടോ, ഈ മാന്യത ലുക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും കൂടെ വേണം. നടക്കടോ. നടക്കുവാ. അവളൊരു പാവല്ലടോ. അവളൊരു പാവം, ഒരു സാധു. അമ്മേ, ഇതിപ്പോ എന്തിനാ? ഞാൻ അതിലും പാവാ. ഓക്കെ, സമ്മതിച്ചു. തന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെയായിരിക്കണം? ഇതൊക്കെ എന്തിനാ തന്നോട് പറയുന്നേ? എന്നാ പിന്നെ എനിക്ക് അങ്ങനെ അവളുടെ അടുത്ത് പെരുമാറാലോ. എടോ, ബേസിക് ആയിട്ട് പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റണം. പിന്നെ കുറച്ച് ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുക, ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഇതൊക്കെയല്ലേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കുറച്ച് കൊടുക്കണോ അവൾക്ക്? ഇതിനൊക്കെ ഞാൻ റെഡിയാ. പക്ഷെ താൻ ഈ പറഞ്ഞ ഇമോഷണൽ സപ്പോർട്ടും ഹോണസ്റ്റിയും കാണിക്കാൻ എനിക്ക് ഭാര്യ ഇല്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഐ എം സ്റ്റിൽ ആൻ എലിജിബിൾ ബാച്ചുലർ, യു നോ. ഓ, ഇപ്പൊ അങ്ങനെയായോ? എടോ, ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വേറൊരാളെ കാണാൻ വന്ന. അവിടുന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോൾ താൻ ഇവിടെ നിൽക്കുന്ന കണ്ടു. തന്നെ കണ്ടപ്പോൾ ഒന്ന് വന്ന് സംസാരിക്കാൻ തോന്നി. അല്ല, താൻ വിചാരിക്കുമ്പോൾ തന്റെ കൂട്ടുകാരെ ടോക്സിക് ഭർത്താവല്ല ഞാൻ. അരുൺ, ഗായത്രിയുടെ. സോറി, അത് ഞാനല്ല. ഐ ആം എബി ജെയിൻ. നൈസ് ടു മീറ്റ് യു. അയ്യോ, സോറി കേട്ടോ. തനിക്ക് പറയാറുന്നില്ലേ? കുഴപ്പമില്ല, അത്ര ഫീൽ ഒന്നും വേണ്ട. എനിക്കിതൊക്കെ ശീലമാ. എന്ത് തല്ലുകൊള്ളുന്നയോ? ഇതല്ല, ഒന്നുമില്ല. അത്ര ഫീലായെങ്കിൽ എനിക്കൊരു ചായ ഓഫർ ചെയ്താൽ മതി. ചായേ? വാ. ആ, ഇവിടെ ഈ രണ്ടടിന്ന് എനിക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നില്ല. ഓ, അപ്പൊ വേദനിച്ചില്ലേ? ഹേ, എവിടുന്ന്? അപ്പൊ ചായ വേണ്ടല്ലോ. ചായ വേണം.